പൊതുവെ ആളുകൾ ഇതുപോലെ ജ്യോതിഷമൊക്കെ നോക്കിയിട്ട് പല രീതിയിലുള്ള കർമ്മങ്ങളും അതിന് പ്രശ്ന പരിഹാരങ്ങളും ഒക്കെ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ജീവിതം ഒന്നും സെറ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് നമ്മളിപ്പം അതിനകത്ത് ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നതിൽ ചില ആക്യുറസിയുടെ പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി നമ്മൾ രോഗം എന്താണെന്ന് നിർണ്ണയിച്ചാലല്ലേ നമുക്ക് മരുന്ന് കൊടുത്തത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ പ്രശ്നം, ഒരു ജാതകം നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ അതേ നക്ഷത്രത്തിൽ അതേ സമയത്ത് ജനിച്ച ആളുകൾക്കൊന്നും എൻ്റെ അതേതായിട്ടുള്ളൊരു ഫലം കാണാത്തൊരവസ്ഥ കാണാറുണ്ടല്ലോ. അപ്പം എൻ്റെ അതേ ഫലം ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. ഇപ്പം വളരെ മഹത്തരായ ഇപ്പോൾ മോഹൻലാലൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെ ജനിച്ച അത്തേ മില്ലി സെക്കൻഡിൽ ജനിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും എന്തുകൊണ്ട് അദ്ദേഹം ആവുന്നില്ല? ജാതകത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൻ്റെ സമയം കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിലുള്ളത് അതുപോലെ നടക്കുന്നല്ലേ പറയാം. ഇപ്പം ഇതേ സമയത്ത് ജനിച്ച ആൾക്കാർക്ക് എന്തുകൊണ്ട് ഒരേപോലത്തെ അനുഭവങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഈ അനലൈസ് ചെയ്യുന്നതിൽ ചില ഒന്നാമത് ഇപ്പം നമ്മുടെ ജ്യോതിഷശാസ്ത്രത്തിനകത്ത് നമുക്ക് കുറേ പ്രാചീനമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങൾ ഇപ്പം ആരും യൂസ് ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പം വരാഹമിഹിരൻ്റെ ഹോരയാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് മുമ്പ് പരാശര ഹോരയുണ്ട്, ശംഭുമുനിയുടെ ഒരു ഹോരയുണ്ട്, ശംഭുഹോര എന്ന് പറയും. പിന്നെ ജാതക പാരിജാതം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ഗൗരി ജാതകമുണ്ട്. ഇങ്ങനെ കുറേ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് ഈ കാര്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു കുട്ടി ജനിച്ച സമയം എങ്ങനെയാണ് കണക്കാക്കുക? പൊതുവേ ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയമല്ല, അത് പല അഭിപ്രായങ്ങളാണ്. അതായത് ചില ആൾക്കാർ പറയും ഭൂമിയിലേക്ക് വരുന്നതാണ്, കുട്ടി ആദ്യം കരയുന്നതാണ്, പൊക്കിൾ കൊടി മുറിക്കുന്നതാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. അവിടെ തന്നെ ഭേദം പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നു. സത്യത്തിൽ ജന്മം നടക്കുന്നത് കുട്ടി പുറത്തേക്ക് വരുമ്പോഴല്ലല്ലോ. ഇത് രണ്ടും തമ്മിൽ ഫ്യൂസ് ആവുന്ന ഗർഭപാത്രത്തിൽ വെച്ചാണ് എന്ന് പറയാം. ഇനി അവിടെ വെച്ചാണോ ജന്മം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ വരുന്ന അണ്ടത്തിലും ബീജത്തിലും ഏതെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെങ്കിൽ ജന്മം നടക്കില്ല. ഇപ്പം ജീവൻ വന്നിട്ട് കുറേയായി അല്ലേ. ഇപ്പം ഇത് ജെനറ്റിക്കലി കണക്റ്റഡ് ആണല്ലോ ഈ ജീവൻ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുത്ത് എവിടെ വെച്ചാണ് ഇത് കറക്റ്റായിട്ട് ജീവനായി മാറുന്നതെന്ന് കണ്ടുപിടിക്കാൻ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ഇത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരാളെ അനലൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അയാളുടെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിനെക്കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നിടത്ത് തന്നെ അക്യുറസി ഇല്ലാത്തൊരു രീതിയിൽ വരുന്നുണ്ട്. അത് പ്രാചീനമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയമായ വശത്തിൽ ഇതിനെ അനലൈസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ജാതകത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ജീവൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്ഫുടക്രിയകളൊക്കെ ഉണ്ട്. ഇത്തരം രീതിയിൽ നമ്മൾ വിശദമായ ഒരാളുടെ ജ്യോതിഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരാളെ പരിശോധിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. കാരണം അത്രയും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മാക്സിമം പോയാൽ 2 ആൾ. പക്ഷേ നമുക്ക് ഒരാളെ വളരെ ഡെപ്തിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് മാക്സിമം പോയാൽ 2 ആളെ നോക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അതിന് സ്ഫുടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ സൂക്ഷ്മത്തിൽ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രശ്നത്തെ അവലോകനം ചെയ്തെടുക്കുന്ന രീതി കൃത്യമാകുകയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിക്കാൻ പറ്റും. കാരണം ഈ അക്യുറസി ഇല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.